MYCയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ മൂവിയായ ബ്രഹ്മയുഗത്തിൻ്റെ ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അതിനുശേഷം റിയാക്ഷൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. കാലം എന്തൊരരസികന. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടളി തന്നെയാ നല്ലത്. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. ഇത് കരുക്കള്, 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 ഇത് കരുക്കള്. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. മൂവി ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. എൻ്റെ പൊന്നു മച്ചാനെ, എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്? ഒരു രക്ഷയില്ല എടുത്തു പറയാൻ. ഓരോ ഡാർക്ക് തീമിനകത്ത് ചെയ്തിരിക്കുന്നത് നിസ്സാര കാര്യമല്ല. അതൊരു പ്രത്യേക ഫീലിലായിരിക്കും. നമുക്ക് ഫോണിലൂടെ കണ്ടപ്പോൾ തന്നെ നമുക്ക് അത്രയൊരു ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു വേറൊരു ലെവലിലോട്ട് തന്നെ ആയിരിക്കും പോകുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെയാണ് ട്രെയിലറും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. സെറ്റാണ് കേട്ടോ. അതൊരു തിയേറ്റർ മസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മുടെ ഈ മൂവിയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 27.5 കോടിയുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റും കാര്യങ്ങളും ബ്രഹ്മയുഗത്തിന് വരുന്നത്. ബ്രഹ്മയുഗത്തിൻ്റെ അടിപൊളി ഒരു ട്രെയിലറാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ല. 3 പേരുടെയും പെർഫോമൻസ് എടുത്ത് പറയേണ്ട തന്നെ ഒരു കാര്യമാണ്. മൂവിയെക്കുറിച്ച് ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 15-നാണ് നമ്മുടെ തിയേറ്ററിലും കാര്യങ്ങൾക്കും പ്രമേഹം റിലീസാവുന്നത്. പ്രത്യേക ഫാൻ ഷോയും കാര്യങ്ങളും എല്ലാം ഇപ്പം തന്നെ ഒരുപാട് അറേഞ്ചും കാര്യങ്ങളായിട്ടുണ്ട് പല തിയേറ്ററിലും. നിങ്ങൾ വിസിറ്റ് ചെയ്യുന്ന തിയേറ്ററും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏത് തിയേറ്ററാണ് നിങ്ങൾ പടം കാണാൻ ബുക്ക് ചെയ്യാൻ പോകുന്നതെന്നും കൂടെ ഒന്ന് പറയുക. നമ്മുടെ മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 2 മണിക്കൂറും 19 മിനിറ്റുമാണ് വരുന്നത്. ഹൊറർ സിനിമയും കൂടിയാണ്. ടൈറ്റിലും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാണ് ഒരു ഹൊറർ മൂവിയിലൂടെ തന്നെയാണ് ഈ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൊറർ ആൻഡ് ത്രില്ലർ മൂവിയാണ് നമ്മുടെ വരുന്നത്. 2 മണിക്കൂറും 19 മിനിറ്റാണ് ഫുൾ ഡ്യൂറേഷനും കാര്യങ്ങളും വരുന്നത്. നല്ല അടിപൊളി ഒരു ഡാർക്ക് തീമുള്ള ഒരു നല്ല കിടിലൻ ഒരു മൂവി തന്നെ ആയിരിക്കും ഇത് വരാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നാളും മലയാളികൾ ഒരു ഡാർക്ക് സിനിമ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി ആയിരിക്കും നമ്മുടെ മമ്മൂട്ടിയുടെ 2024 ആദ്യത്തെ ഹിറ്റ് മൂവി തന്നെ ആയിരിക്കും ബ്രഹ്മയുഗം. അതിലൂടെ തന്നെ നമുക്ക് കാണാനുള്ള അവസരവും കിട്ടുന്നുണ്ട്.
മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് 3 പേരുടെ അഭിനയം വേറൊരു ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരാൾ അഭിനയിച്ച് അങ്ങോട്ട് തകർക്കുമ്പോൾ അടുത്ത ആളുടെ പെർഫോമൻസ് അതിലും മനോഹരമായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പിച്ച് നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ കത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹൊറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി മിക്കവാറും മരിക്കുകയായിരിക്കാം. അതായിരിക്കും ഫോട്ടോയും കാര്യങ്ങളും അവിടെ കത്തുന്നുണ്ട്. ഇനി അതിലും സസ്പെൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും മസ്റ്റ് വാച്ചഡാണ്. പിന്നെ അതുപോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ പടം കാണാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും എന്തെങ്കിലുമൊക്കെ സംബന്ധം ഇറങ്ങുന്നതിൽ അതിനകത്ത് പറയുന്ന പോലെ ഇതിലും കാണും. നല്ലൊരു ഹൊറർ മൂവി തന്നെ ആയിരിക്കാം വരാൻ പോകുന്നത്. പിന്നീട് നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ അഭിനയം ഓരോ വർഷം കഴിയുമ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഭിനയമാണ് മമ്മൂട്ടി കാഴ്ചവെക്കുന്നത് തന്നെ. അവസാനത്തെ ആ ചിരിയും ആ കാര്യങ്ങളും എല്ലാം ഒരു വേറെ എക്സ്പീരിയൻസ് ലെവലാണ്. തിയേറ്ററിലൂടെ അത് വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എഫക്റ്റീവ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കാണുമ്പോൾ തന്നെയാണ് അറിയുന്നത്. നമുക്ക് ഈ മൂവിക്കകത്ത് ഇത്രയും കാണാൻ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ചാനലും കാര്യങ്ങളും വീഡിയോസും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം ചെയ്ത്. അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ബുക്ക് ചെയ്യാൻ പോകുന്ന തിയേറ്ററും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, സൈൻ ഓഫ് നിതിൻ.